എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 104 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ലജ്ജയാൽ നിർജ്ജരനാഥനും രാജനോടക്ഷണമോദിനാൻ മാനവോത്തം സമേ താരക ബ്രഹ്മമാം അയ്യപ്പദേവൻ്റെ ക്ഷേത്ര നിർമ്മാണ സംഭാരങ്ങളൊക്കവേ വേഗമോടെ നടത്തിയിടുവാൻ നമ്മുടെ ദേവശില്പിവരൻ തന്നെ അയച്ചിടാം. വിശ്വകർമാവ് വന്നൊപ്പമായി നാഥൻ്റെ വിശ്വവിഖ്യാതമാം ക്ഷേത്രസ്ഥാനങ്ങളും നിശ്ചയിച്ചിടും അവിടത്തിൽ മന്നവ വിശ്വനാഥ ക്ഷേത്രം അൻപോടുയർത്തിടാം. കാലാരിപുത്രനാം കാലാധിനാഥൻ്റെ പാദഭക്തൻ മഹാശക്തനാം ഭൂപനോടീ വിധം വാസവൻ ചൊല്ലി മറിഞ്ഞപ്പോൾ വേഗേന ഭാനു ഉദിച്ചു വിളങ്ങിനാൻ. പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിച്ചുടൻ രാജനും ആചാര്യനും ശില്പിവർഗവും വിസ്തരിച്ചോതിനാർ താരകമന്ത്രങ്ങൾ സത്വരമോദി മുഹൂർത്തം ആചാര്യനും. സത്വരമാചാരമായുള്ള ദാനങ്ങൾ വിദ്രുതം രാജാവ് അനുഷ്ഠിച്ചതീ മുത പ്രസ്തരസ്ഥാപനത്തിനായി ഒരുങ്ങുമ്പോൾ സദ്യ ഇവിടെ എത്തി ദേവശില്പി മുത. വിശ്വങ്ങളെല്ലാം കുളിർപൂണ്ടുമേവിനാർ, മറ്റു ലോകർ മുത തൂമലർ തൂകിനാർ. വിശ്വാസി വൃന്ദങ്ങൾ തുഷ്ടിയേറിയിടിനാർ, വിദ്രുതമോദിനാർ മന്ത്രം നവാക്ഷരി. കണ്ണടച്ചൻപോട് തന്മനക്കണ്ണിനാൽ മണ്ണുകൾ നാഥനെ സേവിച്ച് ശില്പിയും അഷ്ടാദശമാത്ര ചൊല്ലി നവാക്ഷരി വിഷ്ടവേശാലയ സ്ഥാനം മുഹൂർത്താർത്ഥം നിശ്ചയിച്ചിടിനാൻ. വിശ്വകർമാവുടൻ വിശ്വനാഥ മഹാദൈവമേ പാഹിമാം. നാഥൻ മുതാ പണ്ട് അയച്ചോരസ്ത്രം വന്ന് സ്ഥാനം പിടിച്ച് നിന്നിടും അസ്ഥാനത്തെ. ദേവശില്പി നിജമാനസക്കണ്ണിനാൽ ഭൂവനെ കാണിച്ചു പ്രസ്തരസ്ഥാനമായി. അമ്പേനങ്ങൽപ്പമാം വാമഭാഗം ചേർത്ത് പന്തളേശൻ ഭഗവാന്റെ ചുരികെ ഇമ്പമായി സ്ഥാപിച്ച് അതുകളിൽ മധ്യത്തിൽ കമ്പം കളഞ്ഞ് ഭൂദേശമന്ത്രം ചൊല്ലി തമ്പുരാൻ ഭക്തനാം മന്നവൻ പ്രസ്തരം വൻപാർന്ന ഭക്തിയാ പ്രതിഷ്ഠിച്ചു സാമ്പ്രതം. ഭൂദേശമന്ത്രം നവാക്ഷരി ദേവന്റെ ഭൂതമാം മൂലമന്ത്രം ഗായത്രിയും പിന്നെ ഈ വിധ മന്ത്രധ്വനികളാൽ ആരണ്യ ശ്രീകോവിൽ സ്ഥാനം മാറ്റലിക്കൊണ്ടുതേ. ആധാരക്കല്ല് പ്രതിഷ്ഠിച്ച നേരത്ത് രാജാവും അഗ്നികോണിൽ ദൃഷ്ടി ചേർത്തത് സസ്മതം കണ്ട് ചൊല്ലിടിനാൻ ആചാര്യൻ. അഗ്നിബാധയ്ക്കിരയാകും ഈ ക്ഷേത്രവും ആയതുണ്ടാവാതിരിക്കാൻ ആയുള്ള പ്രായചിത്തങ്ങളും ആരാഞ്ഞാൻ രാജാവ്. അന്നേരം ആകാശവാണിയും കേട്ടത് മന്നവ ഘോരൻ കരിതൻ ദിനങ്ങളിൽ. ധർമ്മം മറിഞ്ഞു പോം അധാർമിക കൂട്ടങ്ങൾ, ദുർമത കർമ്മങ്ങൾ തന്നെ തുടർന്നിടും. സത്യധർമാതി വെടിഞ്ഞവർ ചിത്തത്തിൽ വിത്താശയോടുമായി മത്തരായി തീർന്നിടും. സത്യസന്ധന്മാർക്ക് സ്ഥാനങ്ങളേകാത്ത വിത്തക്കൊതിയരായി തോർത്തു പെരുത്തവർ എത്തിയിടും തക്കത്തിൽ നമ്മുടെ കോവിലിൽ എത്തിയിടും പാപജാലങ്ങളും മേൽക്കുമേൽ. പാപം പെരുകുന്ന നേരം അശുദ്ധിയാൽ മാമകസ്ഥാനങ്ങൾ മങ്ങി വന്നിടുമ്പോൾ സജ്ജനക്കൂട്ടങ്ങൾ ചിത്തം നുറുങ്ങിയിടും അത്തലും മേൽക്കുമേലേറെയായി കണ്ടിടും. വന്ദനം ചെയ്യുവാനെത്തുന്നവരെയും നിന്ദിച്ച് നിർദ്ദയങ്ങൾ നടത്തിയിടുമേ. നന്നായിട്ടെന്നെയും മാനസേ പേറുന്നോർക്കൊന്നായി ദുഃഖങ്ങളേറ്റും ചിലരഹോ. സജ്ജനം ദുഃഖിച്ചു മേവുന്നത് കാൺമാൻ ഭക്തദാസനഹം അശക്തനായി വന്നിടും. ഭക്തർക്ക് ശാശ്വത സ്ത്രീകളെ ഏകുവാൻ ദുഷ്കൃതൗഖങ്ങളെ ഭസ്മമാക്കിയിടുവാൻ താന്ത്രിക കർമ്മവും അപ്രാപ്യമാവുമ്പോൾ പാപകാഭിഷേകം ഉണ്ടായി വന്നുപോവും. പാപകൻ വന്ന് ഭക്ഷിച്ചു കൊണ്ടിടുന്നു പാപജാലങ്ങളും ലീലയാ മന്നവ. അങ്ങനെ ആജ്ഞയാഭിഷേകം ഉണ്ടാവുകയിൽ മന്നവ സദ്ധർമ്മമേറെയുണ്ടായി വരും. പാപം ഹനിക്കുവാൻ പാവകരണ്യെ ലൗകികർക്കാർക്കുമേ ശക്തിയില്ലോതിടാം. കാലങ്ങളിൽ വരും അഗ്നിബാധ മമാലീലകളായി നീ ഉള്ളം നിനയ്ക്കിടോ. മന്നവ ചിത്തവിമുഖനായി ഇടല നിർണയിച്ചിടേണം എന്നുടെ ലീലകൾ. ധർമ്മത്തെ മർമ്മമായി ശീലിപ്പവർക്കൊരു പാപകബാധയും ഏൽക്കയില്ല വിഭോ. ശേഷമെല്ലാം ഇനി ആചാര്യകൽപ്പിതം കേട്ടു ഭവാൻ ക്ഷേത്രഗേഹം ചമയ്ക്കടോ. ദോഷഹീനൻ ഭവാൻ ലോകക്ഷേമാർത്ഥമായി ആശു നിർമ്മിക്കുമേ ക്ഷേത്രം. ഉലകത്തിൽ ഭോഷനാകം കരിയേറ്റുന്ന ദോഷങ്ങൾ ശാശ്വതമായി ഹനിച്ചിലസിച്ചിടും. പാരിലെ മാനവർ ദുഃഖിച്ച് സന്തതം തീരാവിധേറി വ്യാധിപ്പെടും നേരം ഭാഗ്യശ്രീ കോവിലായി ഏകാശ്രയത്തിനായി ആശ്രയിച്ചെത്തും മനുജരി കോവിലിൽ. ഏവം ശ്രവിച്ചതാം ആകാശവാണിയാൽ ഏവരും ആശ്ചര്യചിത്തരായി മേവിനാർ പന്തളരാജനും ചിന്തയിൽ. അയ്യപ്പ തമ്പുരാനെ സ്മരിച്ചുള്ളം നിറഞ്ഞഹോ. തഞ്ചമോടെ ക്ഷേത്ര നിർമ്മാണ കർമ്മങ്ങൾ ചഞ്ചലമെന്നെ നടത്തി തുടങ്ങിനാൻ. ഉത്തമമാകും ശുഭമുഹൂർത്തം നോക്കി വൃശ്ചിക മാസത്തിൽ 1-ാം സുദിനത്തിൽ ദിക്കുകൾ പാലിച്ച് മേഘം ഭഗവാന്റെ
ഉത്തമക്കോവിലിന് ആധാരക്കല്ലിനെ ഉത്തമ ഭക്തനാ പന്തളേശൻ മുത ഭക്തിയാ പ്രതിഷ്ഠിച്ചു എന്ന് ചൊല്ലിയിടുന്നേൻ. ഭക്തിയാ വണങ്ങയിൽ ശക്തിയാ തുണ ചെയ്യും ഭക്തപരായണ പാഹീദയാനിതേ. പ്രസ്തരം കെട്ടി ഉയർത്തി ചതുരത്തിൽ വിസ്തീർണമായതിൽ മണ്ണും നിറച്ചുടൻ സത്യമേറും 10-8 പടികളെ അത്തറ തൻ പൂർവപാർശ്വേ ചമച്ചങ്ങ് തത്വോപാസനങ്ങളാക്കി നിർത്തിയിടുന്നു. സത്വരം ഭക്തർക്ക് ശാന്തിക്ക് ഹേതുവായി അമ്പും ശുരികയും സമ്മേളനം ചെയ്യും ഇമ്പമാസ്ഥാനമാണ് അമ്പലം. ഭക്തരെ വൻപഴും ഭക്തനാം പന്തള മന്നനും വിശ്വനാഥ ക്ഷേത്രമേവം ചമച്ചുതേ. ഉത്തമ കോവിലിൻ്റെ അല്പമാം ദൂരത്ത് വ്യക്തമായി വാമഭാഗം ചേർത്ത് നല്ലതാം മാളികയും പണി ചെയ്യിച്ചു മന്നവൻ പ്രീതിയോടെ ശക്തി ദേവിക്ക് വാഴുവാൻ. സത്യസന്ധൻ മഹാഭക്തനാൻ രാജാവ് ഭൂദേശദാസൻ കടൂരവനുമായുടൻ ഭൂതലെ നിർമ്മിച്ചാനൊരു ക്ഷേത്രവും തഥാ. പർവ്വതരാജനും ചന്ദമാമാമലയം ഉർവിയിൽ തീർത്തതി ധന്യൻ ഉർവീപതി. അന്തഃപുരത്തിൽ നിന്നെത്തുന്ന ക്ഷത്രിയർക്ക് അന്തരാദേവനെ സേവിച്ചു വാഴുവാൻ ചന്തമേറും മണിമന്ദിരം നിർമ്മിച്ചാൻ മഞ്ചാംബികാലയ സീമനി മന്നവൻ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.